എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ അതൊരു ഭയങ്കര തലവേദനയുള്ള കേസുമായിട്ട് മാറും. പിന്നെ അതിൻ്റെ നമ്മുടെ ഒരു റെക്കമെൻഡേഷനിൽ പോയിട്ട് അവർ ചിലർ നല്ലതാവില്ല, എംപ്ലോയ്മെൻറ്റുമായിട്ടുള്ള പ്രശ്നമുണ്ട്. എന്നാലും അവസാനമായപ്പോൾ എൻ്റെ ഈ സ്കില്ല് കണ്ട് അവരെന്നെ റിക്രൂട്ട്മെൻറ്റ് ഷെഫാക്കി. സോ ആ കമ്പനിയിലെ മൊത്തം ഷെഫുമാരായി ഞാനാണ് റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓഫർ ലെറ്റർ, എനിക്ക് ഭയങ്കര സന്തോഷം, ഒരു ഓഫർ ലെറ്റർ അയക്കുന്നത് ഈ പേഴ്സണ് £35,000 പെർ ആനം എന്ന് പറഞ്ഞൊരു മെയിൽ ഇട്ട് കഴിഞ്ഞാൽ അയാൾ വേറെ ചോദ്യം ഉത്തരവൊന്നുമില്ല. കാരണം ഞാനാണ് ചെസ് പഠിച്ചു ചെസ് ചാമ്പ്യൻ ആകാൻ വേണ്ടിയിട്ട് അമ്മയുടെ കമ്മൽ വിറ്റ് കണ്ണൂർക്ക് പോയി അവിടെ ചെന്ന് ആദ്യമായിട്ടൊരു മട്ടൻ ബിരിയാണി കഴിച്ചു. അമേരിക്കക്കാരനല്ല, BBC പോയി ഞെട്ടിച്ച ഷെഫ് പിള്ള. അവരാണോ ആദ്യമേ ഷെഫ് പിള്ള എന്നിട്ടത്? അച്ഛൻ്റെ പേര് ശശിധരൻ പിള്ള എന്നായതുകൊണ്ട് സുരേഷ് ശശിധരൻ പിള്ള എന്ന് താഴെയുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വർക്ക് പെർമിറ്റ് ഈ ലണ്ടനിൽ പോയ ദിവസം എന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു ജനറൽ മാനേജർ വന്ന് എന്നെ ഹീത്രോ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു, വിളിക്കുന്നു, ഹലോ മിസ്റ്റർ പിള്ളേ. ഞാൻ ഇതാരെയാണ് വിളിക്കുന്നത്? എൻ്റെ അമ്മ സത്യം പറയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അയാളൊരു ബൊക്കയായിട്ട് എന്നെ ആദ്യമായിട്ട് പിള്ളേന്ന് വിളിക്കുന്നത് ഈ പറഞ്ഞ വികാസ് എന്ന് പറഞ്ഞൊരു മാൻ. അയാൾ മരിച്ചുപോയി അദ്ദേഹം. ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഞാനുണ്ട് ഫസ്റ്റ്. അന്നൊന്നും ഇൻസ്റ്റാഗ്രാം നാട്ടിൽ നിർത്തിയിട്ട് കൂടില്ല, ലണ്ടനിലായതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് ഞാൻ ഇടുമ്പോൾ തന്നെ സുരേഷ് എന്നുള്ള പേരില്ല, ടേക്കൺ ബൈ സംവൺ. അപ്പോൾ ഷെഫ് സുരേഷ് നോക്കി അതുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഷെഫ് പിള്ളേ നോക്കിയപ്പോൾ ഉണ്ട്. അങ്ങനെ അടിച്ചിട്ടാണ് ചെസ് പഠിച്ചു ചെസ് ചാമ്പ്യൻ ആകാൻ വേണ്ടിയിട്ട് അമ്മയുടെ കമ്മൽ വിറ്റ് കണ്ണൂർക്ക് പോയി അവിടെ ചെന്ന് ആദ്യമായിട്ടൊരു മട്ടൻ ബിരിയാണി കഴിച്ചു. ആദ്യമായിട്ട് പറഞ്ഞോളെ, നമ്മളെ പോലുള്ളവർക്കൊന്നും കിട്ടൂല, ഫസ്റ്റ് ടൈം കിട്ടുന്നു. വിളിക്കാത്ത കല്യാണത്തിന് കളി തോറ്റേന്റെ സങ്കടം തിന്നങ്ങ് തീർത്തു. അതെ, ആ ഒരു ഇതുണ്ടല്ലോ. ഇപ്പം നമ്മൾ അതൊരു ഞാൻ പറഞ്ഞ കൂട്ടത്തേക്ക് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഇല്ലെങ്കിൽ ഒരു ചെസ് പ്ലെയർ ആവേണ്ട അടുത്തുനിന്ന് ഒരു സ്പെല്ലിങ് മാറിയിട്ടാണ് ഷെഫ് ആയത്. അവിടെ വെച്ചിട്ട് സാർ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. അതായത് എന്നെ ഇത് കളിക്കാനായിട്ട് സ്പോൺസർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എനിക്കിതിനുള്ളത് കിട്ടിയില്ലെങ്കിൽ ഡൗൺ ആകും. അവിടെ നിന്നാണ് ആ ഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്, ഇനി ചെസ് ഇല്ല എന്നുള്ളത് ചെയ്യുന്നത്. ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് എങ്ങനെയാണ് നമ്മൾക്കൊരു, കാരണം അത്ര ഇഷ്ടമാണ് കളി, അത് ഒന്നും പ്രാക്ടീസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇത് കിട്ടുക, അതിനുവേണ്ടി പിന്നെ കോഴിക്കോട് പോകുന്നു, അവിടെ പോകുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ആ ഡിസിഷൻ ഒന്ന് ചേഞ്ച് അത് ഞാനത് ഏറ്റവും എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഉള്ളിലൊരു വിഷമം, ഒരു വലിയൊരു ചെസ് പ്ലെയർ ആയില്ലല്ലോ എന്നുള്ളത് ഇപ്പോഴും ഉള്ളിലുണ്ട്. ഞാനതുകൊണ്ട് ഇപ്പോഴും തുടർച്ചയായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഓൺലൈനിൽ കളിക്കാറുണ്ട്. ചെസ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. ലോകത്ത് നടക്കുന്ന ചെസ് പ്ലേയേഴ്സും ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വലിയൊരു വിപ്ലവം പ്രജ്ഞാനന്ദയും അല്ലെങ്കിൽ ഗുകേഷും അങ്ങനെയൊക്കെയുള്ള ഗ്രേറ്റ് പ്ലേയേഴ്സ് വരുന്നതും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ചെസ്സിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ അത് അന്ന് പക്ഷേ ഞാനത് തിരിച്ചറിഞ്ഞത്, ഇത് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ എല്ലാവർക്കും ഭയങ്കര പാഷൻ ഉണ്ടാവും. ഈ പാഷൻ്റെ പിറകെ വെറുതെ പോയിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്കൊരു വകതിരിവ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു വിസ്ഡം വർക്ക് ചെയ്യണം. ഈ പാഷൻ എന്നെ ബിൽഡ് ചെയ്യും അല്ലെങ്കിൽ ഇല്ല. അപ്പം നിങ്ങളത് ഒഴിവാക്കിയില്ലെങ്കിൽ അങ്ങനെ എത്രയോ നിങ്ങൾക്കറിയാം. ഇപ്പം ഭയങ്കര ക്രിക്കറ്റിനെ നന്നായിട്ട് കളിച്ചിട്ട് പാഷനായിട്ടാണ്, പ്രാക്ടീസ് ഉണ്ട്, ടാലൻ്റ് ഉണ്ട്, സ്റ്റിൽ ചിലപ്പോൾ ചാൻസ് കിട്ടണമെന്നില്ല. അപ്പോൾ അതൊരു കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ഗായകർ, നല്ല ചിത്രകാരന്മാർ, അവരുടെ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടാണ്ട് പാഷൻ്റെ പിറകെ നമ്മൾ പറയും, നിങ്ങളിങ്ങനെ പാഷൻ്റെ പിറകെ പോകൂ. പക്ഷേ എപ്പോഴും എൻ്റെ കൂടെ ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ ഒരു റൈറ്റ് ടൈമിൽ നടന്നില്ല എന്നറിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. അതിപ്പോഴൊക്കെ എല്ലാവർക്കും അതറിയാം. പക്ഷേ അന്ന് എനിക്ക് ചെസ് ഇങ്ങനെ ഭയങ്കര പാഷനായിട്ട് ചെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊല്ലത്തെ ജോലിയൊക്കെ കളഞ്ഞ് കോഴിക്കോട് പോയി അങ്ങനെയൊക്കെ നിന്നെങ്കിലും കളിച്ച് കുറേ ഒക്കെ ആയപ്പം പിന്നെ എനിക്ക് മനസ്സിലായി അതിനകത്തൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് മനസ്സിലായി. എനിക്കില്ലാന്ന്. ഫ്യൂച്ചറിന് വേണമെങ്കിൽ അല്ലെ ആ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിൽ എനിക്കതിനെ നല്ല രീതിയിൽ കളിച്ച് ഇനി ജയിച്ച് ഒരു ചാമ്പ്യൻ ആവുക, അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആവുക എന്നുള്ളൊരു സ്വപ്നമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയെടുത്ത് നിർത്തിയതാണ്. അല്ല, അത് ഞാനും അതാ ചിന്തിക്കുന്നത്. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയി പിന്നെ ഒന്നും ഇല്ലല്ലോ. അല്ല, ഗ്രാൻഡ് മാസ്റ്റർ ആയെങ്കിൽ നല്ലതാണ്. അല്ല ഗ്രാൻഡ് മാസ്റ്റർ ആയി പിന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇടാൻ പഠിപ്പിക്കാം. അല്ല, ഞാൻ ആ ഫ്യൂച്ചർ അല്ല പറഞ്ഞത്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ നമുക്ക് എത്താം. ഞാൻ പറഞ്ഞ ഒരു ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് എത്താനുള്ള ആ യാത്രയിൽ ഞാൻ റെഡി ആയില്ല, അല്ലെങ്കിൽ എനിക്കത് എൻ്റെ നിലവിലത്തെ സർക്കംസ്റ്റാൻസിൽ എനിക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റില്ലെന്ന് തിരിച്ചു. അല്ലാതെ ചെസ്സിൽ ഫ്യൂച്ചറില്ലെന്നല്ല, ചെസ്സിൽ എനിക്ക് ഫ്യൂച്ചറില്ല. എനിക്ക് ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ ഞാൻ നല്ലപോലെ ജോലിയൊക്കെ മാറ്റി വെച്ച് എനിക്ക് നല്ലൊരു പേഴ്സണൽ കോച്ചിനെ വെച്ച് ഞാൻ എല്ലാ ടൂർണമെൻറ്റിനും എനിക്ക് വളരെ സമ്മർദ്ദമൊന്നുമില്ല. ഞാൻ ഈ ടെൻഷനൊക്കെ അടിച്ച് ജോലിയുടെ ഇടയിൽ ലീവൊക്കെ ചോദിച്ച് മാനേജർ പറയും ഇനി ലീവ് തന്നില്ലെങ്കിൽ ഇതിനെ പുറത്താക്കുമെന്ന് പറയുന്ന ആ മാനസികതയിലൊക്കെയാണ് പോയി നമ്മളിരുന്ന് കളിക്കുന്നത്. ഇത് നമ്മുടെ
ഓപ്പോണൻ്റായിട്ട് വരുന്നവർ പാലും മുട്ടയും ഹോർലിക്സൊക്കെ കഴിച്ച് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നല്ല കെയർ ചെയ്ത് മോനെ ചക്കരയെന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരുത്തി കോച്ച് ചെയ്തിട്ട് മുമ്പിൽ ഇരുത്തും. അവരുടെ മുമ്പിൽ നമ്മൾ ഈ സ്ട്രെസ്സും ഇത്രയും നൂറുകണക്കിന് വർഷമായിട്ട് ചെസ്സാണ് കളിക്കുന്നത്, ബ്രെയിൻ ഗെയിമാണ്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി, നോ പറ്റൂല. അല്ല പറ്റൂല എന്നല്ല, നമ്മൾ അതുമായിട്ട് പോയാൽ അതുമില്ല ഇതും ഇല്ലാണ്ടാവും മനസ്സിലായി. അങ്ങനെ വാക്കിയാണ് സാറാ പറഞ്ഞതില് ആദ്യം കളിക്കാൻ പോയപ്പം പിള്ളേരുടെ അച്ഛനും അമ്മയൊക്കെ വന്ന് എടുത്തിരിക്കും. നമ്മള് വെറുതെ, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ ലൈഫിൽ എവിടെയൊക്കെ ടെസ്റ്റ് എഴുതാൻ പോയിട്ടുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് മറ്റേതൊക്കെ ഇങ്ങനെ എല്ലാവരും മോനെ മോളെ. അതെ, ഞാനത് ആദ്യം ടൂർണമെന്റ് പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ. അത് ഭയങ്കര എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കൂടെ കളിച്ച കൂടെ ഒക്കെ കുറേ കുട്ടികളുണ്ട്, അവരുടെ എല്ലാവരുടെയും പാരൻസ് അത് അണ്ടർ 18 ആണ്. ഞാൻ 3-4 പിള്ളേരായിരുന്നു, ഒരു 17. അത് അണ്ടർ 18 എന്ന് പറഞ്ഞാൽ 12 വയസ്സുള്ളവർക്കും കളിക്കാം, 15 വയസ്സുള്ളവർക്കും കളിക്കാം, 18 താഴെയുള്ള ആർക്കും കളിക്കാം. അപ്പോൾ എനിക്കന്ന് 17 കണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ 18 ഉള്ളവരും ഉണ്ട്. ബാക്കിയുള്ള എല്ലാ കുട്ടികളും അവരുടെ പാരൻസും കോച്ചും ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ മാത്രമാണ് ഒറ്റയ്ക്കുള്ളത്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുണ്ട് ചെസ് പ്ലെയർ ആയിട്ട്, കൊല്ലം, അതായത് കായംകുളം അപ്പുറത്തു നിന്നാണ്. നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു പെൺകുട്ടിയാണ്, അസാധ്യമായിട്ട് കളിക്കുന്നുണ്ട്. ഒരു എവിടെയൊക്കെയോ അവൾക്ക് പ്രൈസ് ഒക്കെ കിട്ടി. അവൾ ഇതുപോലെ സ്പോൺസർ തേടുന്നുണ്ടായിരുന്നു. ഞാനത് ഇന്നലെ അത് വായിച്ചപ്പോൾ ഞാൻ സ്റ്റോറി ചെയ്തതാണ്, അതെനിക്ക് ഓർമ്മ വന്ന്. അതിനുശേഷം പിന്നീട് നമ്മൾ കോഴിക്കോട്ടത്ത് നിന്ന് ചെസ്സും റെഡിയായില്ല. പിന്നെ നേരെ ബാംഗ്ലൂർക്ക് വണ്ടി കയറി അവിടെ ചെന്നിട്ടേ എനിക്കതൊരു സീന്, നിങ്ങൾ രാവിലെ ചെന്ന് ജോലി ചോദിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്നൊരു മലയാളി പറയുന്നത് ഇപ്പോഴില്ല, ഇവിടെ ഇല്ല, നിങ്ങൾ വേണേൽ മുതലാളിയെ കണ്ടാൽ ചിലപ്പോൾ നടക്കുമെന്ന് പറയുന്നുണ്ട്. അതുവരെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ചെന്നിരുന്ന് അവർ സമ്മതിക്കത്തില്ല. അതായത് ഇവരുടെ അടുത്തിരുന്ന സമയം പിന്നെ വെളിയിൽ വന്നിരിക്കുന്നു. അദ്ദേഹം വരുന്ന ഒരു കാറി വന്ന് ഇറങ്ങിയിട്ട് എന്താ മോനെ ഇവിടെ നിൽക്കുന്നത് ചോദിക്കും. ജോലിയില്ല സാറേ, ഇവിടെ ഇല്ല, എന്നാലും കയറിക്കോന്ന് പറയുന്നില്ലേ. ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ, അതായത് ആ ജോലി തേടി 2 പേര് ചെന്ന് നിൽക്കുന്നു, ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു, ജോലി ഇല്ല എന്ന് പറയുന്നു. എന്നാലും നിങ്ങൾ വന്നല്ലേ, നാട്ടിൽ നിന്ന് വന്നല്ലേ ബാംഗ്ലൂർ വരെ നിൽക്കുന്നു പറയുന്നുണ്ട്. ഇതുപോലെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ ഇതിപ്പോ? അതായത് ഇത് അവിടെ നിന്നത് വേറൊരാള്, ഷെഫ് പിള്ളയുടെ ജീവിതത്തിൽ ഇതുപോലെ ആരെങ്കിലും? എത്രയോ അതെൻ്റെ ഇപ്പോൾ അതൊരു തവണ സംഭവിച്ചത്, അതിങ്ങനെ ബ്രെയിനിൽ ഉണ്ടായതുകൊണ്ടാകാം. ഇത് എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഒരു ലണ്ടൻ, ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് ഇംഗ്ലണ്ടിൽ പോകാനുള്ള ഒരു അവസരമൊക്കെ വന്നതിൻ്റെ ഒരു കഥയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു 10-30 പേരെങ്കിലും ബാംഗ്ലൂർ ഞാൻ തന്നെ എൻ്റെ കൂടെ പഠിച്ചവരെ എൻ്റെ നാട്ടിലുള്ളവരെല്ലാം കൊണ്ടുവന്ന് ജോലിക്ക്. അതെനിക്ക് ഭയങ്കര ഒരു അന്ന് ചെയ്യുമായിരുന്നു. അന്ന് ഒരു വേക്കൻസി ആണ്, സാറേ ഞാനിപ്പോൾ ഒരാളെ കൊണ്ടുവരാം, ഇവിടെ ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്ത് കയറ്റി അങ്ങ് വിടുവാണ്. അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ ഞാൻ പോയി. ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് പോലും എത്രയോ ഒരു ആൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ അതൊരു ഭയങ്കര തലവേദനയുള്ള കേസുമായിട്ട് മാറും. പിന്നെ അതിൻ്റെ നമ്മുടെ ഒരു റെക്കമെൻഡേഷനിൽ പോയിട്ട് അവർ ചിലർ നല്ലതാവില്ല, എംപ്ലോയ്മെൻറ്റുമായിട്ടുള്ള പ്രശ്നമുണ്ട്. എന്നാലും പക്ഷേ ഒത്തിരി അത് ചെയ്തു. ഒരുപാട് ലണ്ടനിൽ ഞാൻ ഒരു ഷെഫായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ലാസ്റ്റ് പ്രൊഫൈല് ഹോപ്പേഴ്സിൻ്റെ ഹെഡ് ഷെഫാണ്. പക്ഷേ ആ ഒരു വലിയൊരു കമ്പനിയാണ്, ഒരു യൂറോപ്പിലെ, അവർക്ക് കുറേ മിഷ്ലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള, അവർക്ക് മൾട്ടിപ്പിൾ റെസ്റ്റോറൻറ്റും ബ്രാൻഡ്സും ഒക്കെ ഉണ്ട്. അവസാനമായപ്പോൾ എൻ്റെ ഈ സ്കില്ല് കണ്ട് അവരെന്നെ റിക്രൂട്ട്മെൻറ്റ് ഷെഫാക്കി. സോ ആ കമ്പനിയിലെ മൊത്തം ഷെഫുമാരായി ഞാനാണ് റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓഫർ ലെറ്റർ, എനിക്ക് ഭയങ്കര സന്തോഷം, ഒരു ഓഫർ ലെറ്റർ അയക്കുന്നത് ഈ പേഴ്സണ് £35,000 പെർ ആനം എന്ന് പറഞ്ഞൊരു മെയിൽ ഇട്ട് കഴിഞ്ഞാൽ അയാൾ വേറെ ചോദ്യം ഉത്തരവൊന്നുമില്ല, കാരണം ഞാനാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരാളുടെ ലൈഫ് മാറ്റാൻ പറ്റുന്നുണ്ട് ട്രെയിൻ. അപ്പോൾ പണ്ടൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ ഒത്തിരി പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരാളെ, ഒരു ഷെഫിനെ വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ട്രയൽ എടുക്കാതെ എനിക്ക് മനസ്സിലാവും ഇവർക്കൊരു സ്കില്ലൊക്കെ ഉണ്ട്, ഓക്കെയാണ്. ഒരു പേഴ്സൺ ഇൻ്റർവ്യൂ ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഒരു മെയിൽ അയച്ച് അയാളുടെ ജോലി, അല്ലെങ്കിൽ ആ കമ്പനിയിൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ജസ്റ്റ് HR, അപ്പോൾ HR എല്ലാം ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ആ കമ്പനിയുടെ SOP ഉണ്ട്, പോളിസി ഉണ്ട്. ബട്ട് ഓൺലി ഫോർ ഷെഫ്സ്. ഞാൻ അത്രയും വർഷം ജോലി ചെയ്ത് ഓരോരുത്തരെ എടുക്കും. അപ്പോൾ അവർക്കൊരു ഷെഫിനെ കൊണ്ടെത്തുക, ഇൻ്റർവ്യൂ ചെയ്യുക, ഫുഡ് ട്രയൽസ് ചെയ്യുക, അവരുടെ പോലീസ് ക്ലിയറൻസ് ചെയ്യുക, മറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാളെ ഫൈനലി ഇത് കൊടുക്കുക. ഞാനിത് എൻ്റെ ഒരു കാര്യം അവർക്ക് ട്രസ്റ്റാണ്, ഞാനതൊന്നും ചെയ്യത്തില്ല, അയാൾക്ക് കഴിവുണ്ടെന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അല്ല, അന്ന് ആ ബാംഗ്ലൂരിലെ ആ റെസ്റ്റോറൻറ്റ് ഓണർ, ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും പറയും ഇവനെ വിശ്വസിക്കാമോ എന്ന് പോലും ചോദിക്കാതെ നാട്ടിൽ നിന്ന് വന്ന പിള്ളേരല്ലേ. അതൊരു ഒരാളെ കാണുമ്പോൾ നമ്മുടെ മോഹം നമ്മളെല്ലാം പറയുമെന്നാണ്. തീർച്ചയായിട്ടും ആ ഒരു മുഖത്തുണ്ടാവും നമ്മൾ എത്ര നേരം നമ്മൾ എന്താണെന്നുള്ളത്. നമുക്കൊരു 10 മിനിറ്റ് കൂടുതൽ ഒരിക്കലും അഭിനയിച്ച് നിൽക്കാൻ പറ്റൂല. തീർച്ചയായിട്ടും. അപ്പോൾ ആ അദ്ദേഹം തന്നൊരു കൈപിടിച്ച് നിർത്തൽ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ലീലയിലേക്കുള്ള പോക്ക്. ആ ലീലയിലേക്കുള്ള പോക്ക് സാറ് പറയുന്നുണ്ട്, മറ്റേ ബസ്സിൽ കയറുമ്പോൾ ആ ലീല കാണാൻ വേണ്ടി തന്നെ സീറ്റ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ സൈഡിൽ നിൽക്കും, അവിടെ നിൽക്കും, ആ സൈഡിൽ മാറിയേ നിൽക്കുള്ളൂ. എനിക്കത് കാണുന്ന ഡൊംബ്ലൂറാണോ, ഡൊംബ്ലൂർ അല്ല, നമ്മളവിടുന്ന് HIയിൽ നിന്നാണ് വരിക.
അപ്പോൾ ലീലയുടെ അവിടെ ആദ്യം തന്നെ അവർ മരങ്ങളൊക്കെ ലാൻഡ്സ്കേപ്പിങ്ങിലൂടെ ആ മരം കാണുന്നത് തന്നെ നമുക്കൊരു ഫസ്റ്റ് മരം കാണുമ്പോൾ ഹാപ്പി ആ പ്രോപ്പർട്ടി. അപ്പോൾ കാരണം ഞാൻ അവിടെ എംപ്ലോയി ആയി എന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നവരാണ് തുടങ്ങുന്നത്. ഓരോ കട്ട കെട്ടി വെക്കുന്ന പോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ ആ ലീലയിൽ 2-3 വട്ടം ഇൻ്റർവ്യൂ ചെയ്തിട്ടും അവർ നമ്മളെ അതായത് ഡയറക്റ്റായിട്ട് എന്താ പറയുക അവിടുത്തെ ഷെഫിനെ പ്രീതിപ്പെടുത്തി നമ്മൾ മെയിൻ ഇൻ്റർവ്യൂവിന് വന്നു, അതായത് HR എടുത്ത് വന്നപ്പം നമ്മളെ തഴഞ്ഞു. അപ്പം എപ്പോഴെങ്കിലും എനിക്ക് പറ്റില്ല, കാരണം നമുക്ക് നമ്മളെ ഈഗോ വർക്കൗട്ട് ആവും, നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഈ ഈഗോ വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരാളുടെ വിജയം എന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞാലും അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അതൊരു ലൈഫിലെ വലിയൊരു എൻ്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ ഒരു ജോലി ലീലയിൽ കിട്ടുക. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഈഗോ ഹട്ട് ചെയ്യുന്നതൊക്കെ ആദ്യത്തെ 1-2 തവണ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഹട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടും കുറേ സ്റ്റേജ് ഉണ്ട്, അത് നിങ്ങൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല. അവിടെയൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ അല്ലേ വേറെ മോക്ഷം കിട്ടുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് എന്ത് വലിയ പ്രഷർ വന്നാലും ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുക എന്നുള്ള അത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സ്കില്ലാണ്. തീർച്ചയായും ഞാനത് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. കാരണം 15,000 രൂപ സാലറി ഉണ്ടായിരുന്നെന്നാണ് ലീലയിലേക്ക് പെട്ടെന്ന്, അതായത് ഒരു ഷെഫ് എന്ന നിലയിൽ മറ്റേ ബാംഗ്ലൂരത്തെ ആ ഒരു ഹോട്ടൽ റൺ ചെയ്ത സമയത്ത് ഏറ്റവും അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പ്ലേറ്റ് എടുക്കുക ഇലയെടുക്കുക ആ രീതിയിലേക്ക് പെട്ടെന്ന് ഡൗൺ ആക്കിയിട്ട് ലീലയിലായതുകൊണ്ട് ജോയിൻ ചെയ്യാവോ എന്ന് ചോദിക്കുന്നു. അതേ അറ്റേ ടൈം ടാജിൽ വിളിക്കുന്നുണ്ട്, ടാജിൽ വേണ്ട. അപ്പം സാലറി കൂടുതൽ മാത്രമല്ല ടാജ് ഒരു ബ്രാൻഡാണ്, പക്ഷെ ഞാൻ ലീലയിലെ വർക്കുകൾ, അതായത് ആ മരത്തിനെ കാണുന്ന സന്തോഷത്തിൽ അല്ലേ. നമ്മൾ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ അവിടെ ജോലി നേടുക എന്നുള്ളൊരു നമ്മുടെ അതിയായ ആഗ്രഹങ്ങൾ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ പ്രയത്നം ചെയ്തിട്ട് അത് കിട്ടുമ്പോൾ ഉള്ള ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര. നമ്മളെ ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യം നിങ്ങൾ ഇന്നർ ഹാപ്പിനെസ്സിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഹാപ്പി ആകുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റൊരാൾക്കെങ്കിലും ഒരു ഹാപ്പി ആക്കാൻ പറ്റുക. അല്ലാതെ നമ്മളെപ്പോഴും അത് ഞാനിങ്ങനെ വിശ്വസിച്ചുള്ളൂ അത് നിങ്ങളുടെ ഒരു ആഗ്രഹം. നിങ്ങൾക്ക് ഇന്നൊരു ബിരിയാണി കഴിച്ചാൽ നിങ്ങൾക്ക് അതിയായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിരിയാണി കഴിക്കണം അല്ലേ. അപ്പോൾ അതുപോലെ ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഊട്ടിയിലൊന്ന് പോകണമെന്നൊരാഗ്രഹമുണ്ട്, അത് ഏതെങ്കിലുമൊക്കെ പലപ്പോഴും പ്ലാൻ ചെയ്ത് നടക്കില്ല, പക്ഷെ പോയി ചെയ്ത് ചിലപ്പോൾ എന്ത് എക്സ്പീരിയൻസ് അല്ല. അപ്പോൾ ആ ഒരു ഇന്നർ ഹാപ്പിനെസ് വ്യക്തികൾ അവരവരുടെ ഫസ്റ്റ് ഇതൊരു ഒരു ഇൻഡിവിജ്വലാണ് നമ്മൾ. എൻഡ് ഓഫ് ദി ഡേ ഭാര്യ മക്കൾ അച്ഛൻ അമ്മയൊക്കെ ഉണ്ടെങ്കിലും ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഹാപ്പിനെസ് എന്താണെന്ന് തിരിച്ചറിയുക. അതിന് അപ്പോൾ ആ ഹാപ്പിനെസ് വരുന്നത് നമ്മൾക്കിപ്പോൾ എനിക്ക് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹം അവിടെ ജോലി നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തും ബലി കൊടുക്കാൻ തയ്യാറാണ്. അത് കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, അപ്പോൾ അത് വെച്ചിട്ട് ബാക്കി സാക്രിഫൈസ് ഒന്നും നമ്മൾ അലട്ടത്തില്ല. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ചിലപ്പോൾ യൂണിവേഴ്സ് കൊണ്ടുതരിക. അല്ല അത് നമ്മൾ അത്രയും ചോദിച്ചിട്ടുണ്ട് എനിക്കിവിടെ ജോലി വേണമെന്ന്, അപ്പോൾ എന്നാ എടുത്തോടാന്നുള്ള രീതിയിലാണ്. അതുപോലെ ഇതിനിടയ്ക്ക് ഈ ബാംഗ്ലൂർ പഠിക്കുന്നതിനിടയ്ക്കാണ് നമ്മൾ ഇപ്പം പറയുവാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ജോലിക്കാരുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇപ്പം എന്ന് പറഞ്ഞാൽ കൊല്ലത്താണെങ്കിൽ കൊല്ലം ട്രിവാൻഡ്രം അതിൻ്റെ ഏരിയയാണ് പഠിപ്പിക്കുന്നതിന്. അന്നൊരു പോലീസ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് എല്ലാം പഠിച്ചു. അതിൻ്റെ കൂടെ ഒരു കണ്ടക്ടർ ആവണ്ട എനിക്ക് പോലീസ് ആയാൽ മതി, കൂട്ടുകാരൻ പോകുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അന്നത്തെ ഇതില് ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്ന് ജോലിയൊക്കെ നിർത്തി ഞാൻ പോവാടാ ടാറ്റ കൊടുത്ത് നാട്ടിൽ വന്ന് പോലീസ് ടെസ്റ്റ് എഴുതി, ടെസ്റ്റ് പാസ്സായി. എൻ്റെ 94 മാർക്ക്. അതായത് ആ സമയത്ത് തൊഴിൽ വീതി എടുത്ത് പഠിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതായത് ഇതിനിടയ്ക്ക് ഈ പണിയുടെ ഇടയിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോഴും അതറിയാം. അപ്പം ഞാനത് പഠിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഒരു മാനേജർ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആദ്യം എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു കൂട്ടുകാരാണ്, നീ എന്തിനും ഇവിടെ ഇതൊക്കെ കിട്ടുമല്ലോ. അവസാനം പുള്ളി പോയി എനിക്ക് എല്ലാ ദിവസവും എന്നെ എഫർട്ട് ചെയ്ത് ജോൺ സാർ എന്നാണ് പേര്. അപ്പോൾ ജോൺ സാറ് പോയി എല്ലാ ആഴ്ചയിലും പുള്ളി പത്രം വായിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ കുറേ ദൂരം നടന്നാലാണ് മലയാളം പത്രം ഒന്ന് കിട്ടുള്ളൂ. നമ്മുടെ അവിടെ ഞാൻ ചർച്ച് സ്ട്രീറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങ് ബ്രിഗേഡ് റോഡിൻ്റെ എൻഡിൽ പോകണം. അപ്പോൾ ഈ പുള്ളി ഞാനിത് പഠിക്കുന്നത് കണ്ട് അങ്ങേര് തന്നെ എനിക്ക് എല്ലാ ആഴ്ചയിലും പിന്നെ തൊഴിൽ വാർത്തയും വാങ്ങിച്ചോണ്ട് വരും. അല്ല അതിനിടയ്ക്ക് എന്ന് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട് രാവിലെ അടുക്കളയിൽ കയറും, അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ടിപ്പ് കിട്ടാൻ വേണ്ടി ഒരു സ്ഥിരം ടേബിളിൻ്റെ അടുത്ത് വരും. ഇത് കണ്ടിട്ട് മുതലാളി തന്നെ പറഞ്ഞു നീ ഇറങ്ങിക്കോ കുറച്ച് നേരം കൂടെ, എന്നിട്ട് പിന്നെ വെളിയിലത്തെ ടേബിൾ കിട്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊരു നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഷെഫുകളിലേക്ക് കൂടുതലോ ശരണിക്ക് കുറവൊന്നുമില്ല, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ പോലെ അതിൽ 94 മാർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി. ഞാനതിരുന്ന് ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കര ഈ പറഞ്ഞ പോലെ പോലീസ് ആവുക എന്നുള്ള എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു.
അപ്പോൾ എനിക്കതിൻ്റെ ആദ്യത്തെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടക്ടർ ടെസ്റ്റ് എഴുതി, എനിക്കത് മനസ്സിലാക്കണം. അത് മനസ്സിലായി, ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ സെക്കൻഡിൽ പോയില്ല. എനിക്കത് കണ്ടക്ടർ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ ഇതാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കലി നമ്മൾ പ്ലാൻ ചെയ്ത ഇതെല്ലാം നടക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരു 1 ഇയർ ഞാൻ ബാക്ക് എൻഡിൽ നിന്ന് ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് നല്ലപോലെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ ജനറൽ നോളേജ് ആയാലും എല്ലാ ക്വസ്റ്റ്യൻസും അന്നൊക്കെ എന്നെക്കൊണ്ട് ഇമാർക്കെല്ലാം ശല്യമാണ്. ഞാൻ എന്നിട്ട് ഇത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ ഇരിക്കുന്നവരത്തൊക്കെ ഈ ചോദ്യം ചോദിക്കും. അമ്മ പോടാ പുല്ലേന്ന് പറഞ്ഞാൽ എന്നെ തെറി പറഞ്ഞു പൊട്ടിക്കും. കാരണം അവർക്കാർക്കും ഇതിന് താല്പര്യമില്ല. അപ്പോൾ ഞാനിത് പ്രാക്ടീസ് ചെയ്യണമല്ലോ. നമ്മളിത് മനസ്സിലാക്കിയെങ്കിൽ ഞാൻ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും വലിയ എന്താണ് അന്നത്തെ എല്ലാ ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ ചിലരൊക്കെ പറയും, ചിലർ പറയത്തില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഈ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എഴുതി. വീക്ക് ഇംഗ്ലീഷ് മാത്രമായിരുന്നു. ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിലൊരു നമുക്കന്ന് ഒരു തകരാറാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല, അത് ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് എവിടെയെങ്കിലും പണി കഴിഞ്ഞ് വന്ന് കിടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് ഇങ്ങനെ ഒരു സ്വപ്നം. അതായത് ഒരു പോലീസുകാരൻ അന്നത്തെ ടെസ്റ്റിൽ പോയത് കൈയുടെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആ ടെസ്റ്റിൽ എനിക്കത് ഫിസിക്കൽ ടെസ്റ്റിൽ. അപ്പം ഞാനിങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഞാൻ എക്സൈസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ ആളാണ്. പിന്നീട് ഞാൻ 2013 ടെസ്റ്റ് വിളിച്ചത്. ആദ്യമായിട്ട് എക്സൈസിൽ പെണ്ണുങ്ങളെ എടുത്ത സമയത്താണ്. ലിസ്റ്റ് പിന്നെ എന്തായെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് സർക്കാർ ജോലിയോട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അത് പോയില്ല. എന്റെ പാഷൻ ഇതായിരുന്നു എന്ന് വെച്ചാൽ ജേർണലിസ്റ്റ് ആവുക. അത് മാത്രമേ ഉള്ളായിരുന്നു. കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ്. അപ്പം അത് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെയാണ് കണക്ട് ചെയ്തത്. ഈ ഫിസിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സാറ് മേളിലേക്ക് കയറിയിട്ട് കൈ വിട്ട് താഴെ വന്നു എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. അന്ന് ഞാനെടുത്ത ആ ഒരു ആദ്യത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ഓരോരുത്തർക്കും ഒരു എബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ബിൽഡ് ചെയ്ത് പാസ്സാവുമെന്ന് ഉറപ്പിച്ച് എല്ലാം ഫിറ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ആ നാട്ടിലുള്ള എല്ലാ പോലും ഞങ്ങളുടെ അമ്മ പോവാത്ത വീടുകളില്ല. അതുകൊണ്ട് ഒരു കായംകുളത്തുള്ളൊരു ഞങ്ങളുടെ പണ്ട് അയലത്തുള്ളത് അദ്ദേഹം പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ കായംകുളത്ത് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ മോന് നാളെ ടെസ്റ്റാണ്. അപ്പോൾ അവരൊക്കെ വന്നു. പക്ഷെ അവർക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഫിസിക്കലി ചെയ്യണ്ടേ. ടെസ്റ്റിൽ വേറെ ഒന്നും അങ്ങനെയുള്ള അഴിമതിയൊന്നും നടക്കില്ല അവിടെ. അതൊക്കെ അന്നും അതിനൊക്കെ ഞാൻ ഇപ്പോഴും ഞാൻ പറയുകയാണ്. അപ്പോൾ എന്നെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ആ ഒരു ക്രിക്കറ്റ് ബോൾ ത്രോയുടെ ഒരു ഇച്ചിരി ഇഞ്ച് ഒന്ന് മാറ്റിയിട്ടായിരുന്നെങ്കിൽ എനിക്ക് പോലീസ് ആവായിരുന്നു. പക്ഷെ അതുപോലും അവർ ചെയ്തില്ല. അപ്പോൾ അത്രയും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലും PSC വളരെ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ആ ബോൾ ത്രോ അല്ലേ, ക്രിക്കറ്റ് ബോൾ ത്രോയുടെ ഞാനിങ്ങനെ ഊക്കിലെറിഞ്ഞ് എൻ്റെ കൈയുടെ ഷോൾഡറും പോയി ജസ്റ്റ് ആ ലൈൻ്റെ മുമ്പിൽ വേണമെങ്കിൽ അതൊക്കെ ഒരു കണ്ടെത്തി ഇത്രയും ചെയ്തിട്ട് ഒരു 5 ഐറ്റത്തിൽ ഒരാളെ കയറ്റി വിടാമെന്നുള്ള അതില്ല, ചെയ്തിട്ടില്ല. അവരത് നന്നായി. അല്ല, ഞാൻ പറഞ്ഞത് ആ ഒരു അന്ന് ഒരുപാട് പേര് നമ്മളെ സഹായിക്കാന്ന് വെച്ചാൽ നമ്മുടെ പരിചയമുള്ള പോലീസുകാരൊക്കെ വന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ, ബേസിക് ചെയ്യാന്നുള്ളതാണല്ലോ. അല്ലാതെ അവിടെ അഴിമതി ഒന്നും ഇല്ലാന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ചിലത് അങ്ങനെയാണ്. വന്നിട്ട് ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞു. കരഞ്ഞല്ല, എന്നെ ആ വീണ് ഒന്നുകിൽ എൻ്റെ കൈ ഒടിഞ്ഞ് ഞാൻ പോവും, അല്ലെ പോലീസ് ആവും എന്നുള്ളൊരു ഘട്ടത്തെത്തി. പക്ഷെ മേലോട്ട് ഇനി എത്തൂല്ല എന്ന് മനസ്സിലായപ്പോൾ ഊർന്നിങ്ങ് പോരുന്നു. അല്ല, അത് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആണ്. കാരണം ഇത് ഡ്രീം ചെയ്തു, എല്ലാവരോടും പറഞ്ഞു. നമ്മൾ ഈ നാണക്കേടുണ്ടല്ലോ, അമ്മയും ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് മോൻ പോലീസ് ആവും, കാരണം കഷ്ടപ്പാടിന് അവനൊരു മറ്റേത് കൃത്യമായ വരുമാനം ഉണ്ടാവും, ഈ ഡേ നൈറ്റ് പണിയെടുക്കണ്ട, അതൊക്കെ ആയിരിക്കാം അമ്മയുടെ മനസ്സിലേ. അല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവുക എന്ന് പറയുന്നത് ഭയങ്കര ആ ഒരു അന്ന് അമ്മയുടെയൊക്കെ ഈ അന്നേരം അവർ കയറി വിരിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അവരുടെ ഇടയിലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ വരിക എന്നൊക്കെ പറയുന്നത് അന്ന് ഭയങ്കര പ്രൗഡായിരുന്നു അവർക്ക്. അപ്പം അത് അവർക്ക് കിട്ടിയെന്നുള്ള ഈ ടെസ്റ്റ് പാസ്സായപ്പോൾ തന്നെ സാധാരണ എന്താണെന്ന് അറിയാം, ഈ നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ ജോലി കിട്ടിയെന്നുള്ള ഉറപ്പുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പോലീസിനാണ് ഈ ഫിസിക്കലൂടെ ഉണ്ടെന്നുള്ളത് വന്നത്, അത് അവർക്കറിയില്ല. ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആണല്ലോ. അതെ. അപ്പം ഈ പറയുന്ന നമ്മുടെ ലീലയിലേക്ക് വരുവാണെങ്കിൽ, ലീലയിൽ ഒരിക്കൽ ഈ പറയുന്ന അപമാനങ്ങളെല്ലാം സഹിച്ച് 5000 രൂപയ്ക്ക് നമ്മളവിടെ പണിയെടുക്കാൻ കയറി. ലീല എന്നുള്ള ഒരു പേരിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടത് അവിടെ വെച്ചിട്ടാണെന്നുള്ള. അവിടെ വെച്ചിട്ട് ഒരു ഓണത്തിൻ്റെ തലേന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഷെഫ് പറഞ്ഞതിൽ പൊട്ടിക്കരഞ്ഞൊരിതുണ്ട്. ഷെഫ് 3-4 സ്ഥലത്തെ കരഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട്, അതായത് റാഗിങ് ആണെന്ന് നമുക്കറിയാം. അതായത് 200ഓളം തേങ്ങ ഒരാളെ പോലും കൂട്ടുതരാതെ പൊട്ടിച്ചെടുക്കാൻ പറയുന്നുണ്ട്.
അന്ന് എങ്ങനെയാണ് നേരം വെളുപ്പിച്ച് ശരിക്കും? അയ്യോ, നേരം വെളുത്ത് പോവും. കാരണം അത്രയും പണി ചെയ്ത് തീർത്ത് നമ്മൾ വിചാരിച്ച ചില കാര്യങ്ങൾ എനിക്ക് ചില സമയത്ത് ഈ കിച്ചണിലൊക്കെ ഞാൻ നല്ല ജോലി ചെയ്യുന്ന സമയമുണ്ടല്ലോ ഭയങ്കര. ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ ജോലി ചെയ്ത സമയത്ത് ഒരു 7 മണി മുതൽ 11 മണി വരെ ഒരു ഡിന്നർ സെഷനുണ്ട്. അപ്പോൾ 100 സീറ്റ് 150 സീറ്റുള്ള ലണ്ടനിലെ റെസ്റ്റോറൻറ്റിലൊക്കെ രാവിലത്തെ ലഞ്ച് കഴിഞ്ഞ് ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. നമ്മൾ ഇത്രയും പേരുടെ ഫുഡ് അവിടെ നിന്ന് ഇതേപോലെ എല്ലാം പെർഫെക്റ്റായിട്ട് പോകണം. ലണ്ടനിലൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യാണ്, ഹൈ സാലറി. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഉടായ്പകളൊന്നുമില്ല, എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു 7 മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫസ്റ്റ് ബാച്ച് ഓഫ് കസ്റ്റമർ വരും, അവരുടെ എല്ലാം കഴിഞ്ഞ് അടുത്ത റൗണ്ട് 3 റൗണ്ടൊക്കെ പോകുന്ന വീക്കെൻഡ് ഉണ്ട്. തിരക്കെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഒരാളൊരു സെക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രൈഡ് ഔട്ടായിട്ടൊന്നും ഇനി ചെയ്യാനുള്ളൊരു എനർജി പോലില്ല, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ 11 മണി ആവുക എന്നല്ല. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, എന്തൊക്കെയായാലും നീ ചെയ്തുകൊണ്ടിരിക്കും, 11 മണി രാത്രി എന്തായാലും ആവും, ഇവരെല്ലാം ഇറങ്ങി വീട്ടിൽ പോകും, ഈ കസ്റ്റമർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സത്യമാണ്, അത് സംഭവിക്കും. അപ്പോൾ അന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോഴും എനിക്കത് ഭയങ്കര ഒരു ട്രോമയായിട്ടുണ്ട്. എനിക്കത് തോന്നി, അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പണിയെടുത്തതിൻ്റെ അല്ല, നമ്മളോട് കാണിച്ചൊരു നീതികേട്. ഓണത്തിന് മനഃപൂർവ്വം നീ പോകണ്ട, കാരണം അത് അയാൾക്കൊരു സാലറിയുടെ ഒക്കെ പെട്ടെന്ന് ഒരു ചെക്കൊക്കെ വന്നിട്ട് അവന് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, അല്ല ഞാൻ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ വേണ്ട എന്നുള്ളതൊക്കെ വെച്ചിട്ടും പിന്നെ മനഃപൂർവ്വം അത് ചെയ്യുമ്പോൾ നമ്മൾ പണി തന്ന് ഷെഫിനെ തോപ്പിക്കാൻ പറ്റില്ല. അതെ, നീതികേട് അതാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്തിനാണ് ഇത് സാക്രിഫൈസ് ചെയ്യുന്നത്? നമ്മളൊരു നിമിഷം നമ്മുടെ ചിന്തകൾ ഇതിനനുസരിച്ച് എടുത്ത തീരുമാനം തെറ്റാണോ എന്ന് പോലെ തോന്നിപ്പോകുന്ന ഒരു നിമിഷമായിരുന്നു. ഞാൻ എന്നിട്ട് ഇരുന്ന് ഇങ്ങനെ വിങ്ങി ഇങ്ങനെ കരയുമല്ല, എൻ്റെ അടുത്ത് ഒരാളൊന്നും ചോദിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞു പോയത്. അതിലേക്ക് പോയി അവനാണ് എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല തേങ്ങ. ആദ്യത്തെ നമ്മൾ എപ്പോഴും ഒരു 30 തേങ്ങ ഉടയ്ക്കും, തിരുങ്ങും, എന്നിട്ട് അതെടുത്ത് ക്ലീൻ ആക്കി ഫ്രിഡ്ജിൽ കവർ ചെയ്ത് വെച്ച് അടുത്ത 30 അല്ല ഒരുമിച്ച് എങ്ങനെ വെക്കാൻ പറ്റില്ല. തേങ്ങ അതിനൊരു പ്രോസസ്സുണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ മണിക്കൂറൊന്നും വെളിയിൽ വെക്കാൻ പറ്റില്ല. ഒരു 5 സ്റ്റാർ ഹോട്ടലിനുള്ളിൽ ചെയ്യുന്നതാണ്. ചെയ്യുക, കൃത്യമായിട്ട് വയ്ക്കുക, അത് പ്ലാൻ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ബാച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ സാധാരണ ഇവരൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ക്ലീനിങ് നടക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആൻസർ പറയും. ഇതൊന്നും ഞാൻ തിരിച്ച് പറയുന്നില്ല. അപ്പോൾ ക്യാ എന്ന് പറഞ്ഞിട്ട് ബയ്യ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അവനും അറിയാം ഇങ്ങനെ പണി ഒത്തിരി കൂടുതലുണ്ട്. അന്നേരം ഇങ്ങനെ തോളെ തട്ടി കുഴപ്പമില്ല ചെയ്തു. ഇപ്പോൾ ഒരാൾ ആശ്വസിക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ വിങ്ങി പൊട്ടിപ്പോകും. അങ്ങനെയായിരുന്നു. അല്ല സാർ, ഞാൻ ഷെഫിൻ്റെ ഇത് കേട്ടത് എല്ലാവരുടെയും പേരുകൾ ഓർത്തിരിക്കാറുണ്ട്. പരമാവധി സഹായിച്ച, ജീവിതത്തിലൊരു ചെറു പുഞ്ചിരി തന്ന, ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൈ തന്നവരെ പേര് ഓർത്ത് വെക്കുന്നുണ്ട്. അതൊരു വലിയ ക്വാളിറ്റിയാണ്. കാരണം നമ്മൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാവുന്ന നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ എത്രത്തോളം സ്പർശിച്ചു എന്നുള്ളതിന് ഒരൊറ്റ ഉദാഹരണം. അല്ലെങ്കിൽ നമുക്കൊരു പേരും നമ്മൾ ഓർത്തിരിക്കത്തില്ല, ഒരാളുടെ പേര് നമ്മൾ അങ്ങനെ ഓർത്തിരിക്കത്തില്ല. നമ്മൾ അവരെന്തോ കണക്റ്റഡ് ആണ്. ആ സോൾ നമ്മളോടൊരു നിമിഷം ഒരു പുഞ്ചിരി തന്ന ഒരു മനുഷ്യൻ. അതായത് സാർ പറഞ്ഞ പോലെ ആ നമ്പർ കൊടുത്തിട്ട് പോരുന്നുണ്ടല്ലോ, ബാംഗ്ലൂരിലെ നമ്പർ കൊടുത്തിട്ട് പോരുന്ന ആ പയ്യന്മാർക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ ഒരു ദോശ ചുട്ടു കൊടുത്തുണ്ടല്ലോ, അതിന് അവന്മാർ തന്നൊരു കൂലിയാണ് ശരിക്കും പറഞ്ഞാൽ ലണ്ടനിലേക്കുള്ള, അല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു അന്നാ കരഞ്ഞതിൻ്റെ ഫലം പിറ്റേ ദിവസം സാലറി ഹൈക്ക് കിട്ടി, അവിടെ ശരിയായി, അല്ലേ? ഒരു കരഞ്ഞൊരു രാത്രി. പിന്നീട് നമ്മളിങ്ങനെ കേരളത്തിലേക്ക് വീണ്ടും വന്നു, കുമരകത്ത് വന്നു, കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിച്ച സെറ്റിൽഡ് ആവുന്നു. അപ്പോൾ ലണ്ടനിൽ നിന്നൊരു വിളി വരുവാണ്. ആ ലണ്ടനിൽ നിന്നുള്ള വിളി എങ്ങനെയാണ് ഇപ്പം നമ്മളവിടെയൊക്കെ നിന്നിട്ടുണ്ട്, ലണ്ടനിൽ നിന്നൊരു വിളി വരുന്നു, മറ്റേ ഇവിടെ നിന്ന് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകണം. വിശ്വസിച്ചിരുന്നോ ഇതെന്നെ ആരെങ്കിലും പറ്റിക്കാനാണോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്? നമുക്കൊരു ഇതിപ്പോൾ തന്നെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ ടെൻഷൻ അടിച്ച് എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന്. അതുപോലെ എങ്ങനെ ഞാൻ ഇപ്പോഴും ഭയങ്കര ഓരോ ചെറിയ കാര്യത്തിലും ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ആളാണ്. ചെറിയൊരു ഓപ്പർച്യൂണിറ്റി പക്ഷെ ഞാനിത് മറ്റുള്ളവരടുത്ത് പോയി പറയുമ്പോൾ ഇതിനെന്താണ് ഷെഫ് ഇപ്പം അവർ നിങ്ങൾക്ക് ഇതിൻ്റെ ഭയങ്കര വലിയ ഇപ്പോൾ ഏതെങ്കിലും വലിയൊരു ബ്രാൻഡിൻ്റെ ഒരു വിളി വരുമ്പോൾ അവർക്ക് ഞാനത് നമ്മുടെ ടീമിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇത് വലിയ കാര്യമൊന്നുമല്ല, നമ്മളതിന് അർഹനാണെന്നുള്ള രീതി അവർ പറയും. പക്ഷെ എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ചില പുതിയ സംഭവങ്ങൾ ഈ ബിസിനസ്സിലായാലും പല കാര്യങ്ങളും അല്ല ചില ആൾക്കാർ വിളിക്കും. ഇന്നലത്തെ ഒരു സംഭവം പറയാം. ഞാൻ എൻ്റെ വർഷങ്ങളായിട്ട് എനിക്ക് ഏറ്റവും ഫാനായിട്ടുള്ള ഒരാളാണ് ജാസി ഗിഫ്റ്റ്. ഇന്നലെ നടന്ന സംഭവമാണ്. അപ്പോൾ ഈ ജാസി ഗിഫ്റ്റിനെ എനിക്ക് ചെറുപ്പം പോലെ അറിയാം. ഞങ്ങൾക്ക് പരിചയമല്ല. എൻ്റെ കൂടെ ചെസ്സ് കളിക്കാൻ കണ്ണൂർ കളിക്കാൻ പോകുന്ന തനു ബാലക്കാണ്.
കോൾഡ് കേസിൻ്റെ ഡയറക്ടർ. അപ്പോൾ തനു ബാലക്കും ജാസി ഗിഫ്റ്റൊക്കെ തുടക്കത്തിൽ അയാളുടെ ആൽബങ്ങളൊക്കെ ചെയ്ത തനു ബാലക്കാണ്. അപ്പോൾ ഞാനും തനുവായിട്ട് ചെസ്സ് കളിച്ച ചെറുപ്പമാണ്. അന്ന് പുള്ളി ഒരു മ്യൂസീഷ്യനൊന്നും ആണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അന്ന് തൊട്ട് ഇവൻ പറയും, ഡേ ട്രിവാൻഡ്രത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പാട്ടുണ്ട്, അവൻ നല്ല അവിടെ പാടും, ജാസി ഗിഫ്റ്റ്. അപ്പോൾ ഈ പേര് ജാസി ഗിഫ്റ്റ് ഞാൻ ചെറുപ്പം മൂലേ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇയാളെ അത് കഴിഞ്ഞ് ഈ സൂര്യയിൽ പുള്ളിയുടെ ഒരു ആൽബം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ആൽബമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫോർ ദ പീപ്പിൾ വരുന്നു, ഈ സിനിമയൊക്കെ ഹിറ്റാവുന്നു ഭയങ്കര. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ സ്നേഹത്തുമ്പി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ തുമ്പി അതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്. എൻ്റെ കല്യാണ ആൽബത്തിൽ ഈ പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്ക് ജാസി ഗിഫ്റ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ മെനഞ്ഞാന്ന് രാത്രി ഞാൻ എന്തോ ഒരു ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോൾ എന്നെ പുള്ളി ഫോളോ ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ഒരു ഹായ് ഇട്ടു. അപ്പം പറഞ്ഞു എനിക്കൊരു മെസ്സേജ്, ചേട്ടൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ്, കൊച്ചി വരുമ്പോൾ കാണുന്ന എല്ലാം കാണുന്നത്. അപ്പോൾ എന്നെ പുള്ളി ഫോളോ കുറേ നാളായിട്ട് ഞാനിത് കാണുന്നില്ല. അപ്പോൾ ഞാനിതപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ട് നമ്പർ എനിക്ക് തന്നു. എന്നിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ ഈ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര എക്സ്ട്രാ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ. അപ്പോൾ അദ്ദേഹം എന്നെ കുറേ നാളായിട്ട്, പുള്ളിക്ക് ഈ കഥയൊന്നും അറിയത്തില്ല, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഈ ഷെഫ് പിള്ള എന്നുള്ളൊരു വ്യക്തിയെ പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഫോളോ ചെയ്തതായിരിക്കും എപ്പോഴും. പക്ഷെ ഞാനിത് ചെറുപ്പം മുതലേ എനിക്ക് ആരാധിക്കുന്ന ഒരാളാണ് എന്നുള്ള കഥയൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളി അതിലും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. ചില ആൾക്കാർ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ലണ്ടനിലേക്കുള്ള ഒരു പോക്ക്, അതൊരു വലിയ, ഞാൻ പറഞ്ഞില്ല, അതൊരു അവരുടെ വീട്ടിൽ പോയി ചെന്ന് അവർക്ക് വേണ്ട ഡിഷ്, അത് അവിടെയാണ് ഞാൻ ഈ കുക്കിങ്ങിനെ കുറിച്ച് ഞാനൊക്കെ ഉദ്ദേശിച്ചത് എന്നാണെന്നറിയാവോ. ഞാൻ എപ്പോഴും ഭയങ്കര അഹങ്കാരത്തോടെ പറയും കയ്യളവാണ്, കയ്യളവ്. പക്ഷെ അല്ല കേട്ടോ. ഇന്നലെ ഇത് പറഞ്ഞ പോലെ നമ്മളൊരു സാധനത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കൃത്യമായി അതിന് സ്പൂണിൻ്റെ അളവ്, അതിലാണ് ആ കറക്റ്റ് സാധനം ഇരിക്കുന്നത്. അതായത് 20 റെസ്റ്റോറൻറ്റിൽ 20 ഒരേപോലെ ഇരിക്കുന്ന അളവിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ ലണ്ടനിൽ പോയി ഞാനത് പ്രത്യേകം അവിടെ ചെന്ന് പഠിച്ചല്ല, അവർ പഠിപ്പിച്ചാണ്, ചെയ്യിപ്പിച്ചാണ്. ഞാനത് അക്സെപ്റ്റബിൾ ചെയ്യാൻ പോയില്ല. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എൻ്റെ മീൻകറിക്ക് എനിക്കറിയാം ഇത്ര ഇട്ടാൽ കൃത്യമാവും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ആർഗ്യൂ ഒക്കെ ചെയ്തു. നിങ്ങളുണ്ടാക്കി, എനിക്ക് ഈ മെഷർമെൻ്റ് ഒന്നും ആവശ്യമില്ല, ഞാൻ എത്രയോ വർഷമായിട്ട് ചെയ്തതാണ്. ഞാൻ എൻ്റെ കോൺഫിഡൻസ് കൊണ്ടാണ് പറഞ്ഞത്, എനിക്കത് ചെയ്യാം. പക്ഷേ പറഞ്ഞാൽ അത് ആയിക്കോട്ടെ, നിങ്ങളുടെ കോൺഫിഡൻസ് ആവും, ഐ ഡോണ്ട് യു മേക്ക് ഷുവർ ഇത് കൃത്യമായാൽ നീ അളന്നിട്ടാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നില്ലല്ലോ, മാറുന്നില്ലല്ലോ. അപ്പം പിന്നെ നമ്മളന്നേരം വായിക്കുകയാണല്ല, എനിക്ക് ഈ അളവ് ഇങ്ങനെ ഇടുമ്പോഴാണ് എനിക്കൊരു തൃപ്തി ആവുക എന്നുള്ള. അപ്പോൾ ആ തൃപ്തി ഇവിടെ നടക്കില്ല. നമ്മുടെ മലയാളികളുടെ പ്രത്യേകത ഉപ്പിച്ചിരി ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ഇടും, എന്നിട്ട് ഇച്ചിരി കൈ കാണും, എവറിത്തിങ് മെഷർ ചെയ്യണം. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചില സമയത്ത് പിന്നീട് എനിക്കത് മനസ്സിലായി, അതൊരു നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെയാണ്. നമ്മളിപ്പോൾ ഒരു പുതിയ സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയല്ല. നമ്മൾ പാലിച്ചതേ അല്ലെങ്കിൽ ശീലിച്ചതേ നമ്മൾ ചെയ്യൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ്. അവിടെ ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു ഇത്. കാരണം നാട്ടിൽ നമുക്കൊരു പവർ ഉണ്ടല്ലോ. ഇതവിടെ നമ്മുടെ വർക്ക് പെർമിറ്റ് കൊണ്ടുപോയി വലിയ പേടിപ്പിക്കുന്ന ആൾക്കാരും വലിയ ഷെഫുമാർ പറഞ്ഞാൽ ചെയ്യടാന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നതാണ്. പക്ഷേ അത് സ്റ്റിൽ ഞാൻ പറയുന്നത് നമ്മൾ പഠിച്ച ഒരു കാര്യത്തിൽ പുതിയൊരു സംഭവം അല്ലെങ്കിൽ പുതിയൊരു കൺസെപ്റ്റ്, പുതിയൊരു കാര്യം, ഈ മാറ്റം ആർക്കും താല്പര്യമില്ല. 90% ഹ്യൂമൻ നോട്ട് റെഡി. അവരുടെ ബ്രെയിൻ ഈ പുതിയ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ ബ്രെയിൻ അപ്പം പറയും ചെയ്യല്ലേ എന്ന് പറയാം. അപ്പോൾ അവിടെയാണ് നമ്മളെ ബാക്കിലോട്ട് വലിക്കുന്നത്. അപ്പം നമ്മളതിനൊരു ആ ഒരു മൊമെൻറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എല്ലാം ഒരു ഓപ്പൺ മൈൻഡോടുകൂടി. ഇപ്പോഴും ഞാനത് വളരെ പ്രൗഡായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ നാളെ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറയാണ്, ഷെഫ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ബിസിനസ്സിൽ നമുക്ക് ഒരു വളരെ ജൂനിയറായിട്ട് ഒരാൾ പറഞ്ഞാൽ പോലും അതെനിക്ക് മനസ്സിലാക്കാനും അതിനത് കറക്റ്റാണെന്ന് തോന്നാനും അത് കറക്റ്റായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ചിലത് അംഗീകരിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയി എന്നുള്ളൊരു തോട്ട് നമ്മുടെ ബ്രെയിനിലെത്തും. അത് വരാതിരിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ക്യാമറയുടെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഷൂട്ട് ഇപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അത് ചെയ്തോ അല്ല സൗണ്ട് ഇല്ല ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എനിക്കറിയാം അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അതിനകത്ത് ഇത്. പക്ഷെ എന്നാലും അത് ടെക്നോളജി മാറുന്നതനുസരിച്ച് ചിലപ്പോൾ സംഭവങ്ങളൊക്കെ മാറിയേക്കാം ഇല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, സാഹചര്യത്തിനനുസരിച്ചിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. തീർച്ചയായും നമ്മൾ എവിടെ ചെന്നാലും അത് എനിക്ക് തോന്നുന്നു ഷെഫ് പിള്ളയുടെ ഒരു കഥ എടുത്ത് നോക്കിയാൽ ലേണിംഗ് പ്രോസസ്സ് വന്നിട്ടുണ്ട്. അഡാപ്റ്റിംഗ് ആൻഡ് ലേണിംഗ് ഭയങ്കരമായിട്ട് എടുത്ത് നടത്തിയിട്ടുണ്ട്. അതാ ഞാൻ എപ്പോഴും പറയുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇപ്പോൾ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജ് തുടങ്ങി കൊടൈക്കനാൽ. ഏറ്റവും എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. ഇപ്പോഴാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർ ഇതിനു മുമ്പ് അല്ലാതെ എന്നെ വിളിക്കും. എല്ലാവർക്കും ആവേണ്ടത്
ഷെഫ് പിള്ളേ ആവണമെന്ന് പറയാം. ആ രീതിയിലാണ് എൻ്റെ മോനെ ഷെഫിൻ്റെ കണക്ക് ആവണം. ഞാനപ്പോൾ പറയും എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വലിയൊരു കഥയാണ്, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ആയത്. അപ്പം നല്ല എൻ്റെ അടുത്ത് അവരിങ്ങനെ അഡ്വൈസ് ചോദിക്കുക, എൻ്റെ മോൻ ഇങ്ങനെ ഷെഫാവൻ വീട്ടിൽ ഭയങ്കര, അപ്പോൾ ഈ നല്ല കരിയറാണോ, അത് നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ വിടാൻ പോകുന്നത്, അപ്പോൾ നിങ്ങളുടെ കണക്കല്ലേ എത്തുമല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു എൻ്റെ കണക്ക്. അപ്പോൾ അവരുടെ ഒരു ചിന്ത, അവരുടെ ഒരു മനസ്സിൽ പണ്ടില്ലാത്ത ഒരാളൊക്കെ ഇയാൾക്ക് ഇത്രയും റെസ്റ്റോറൻറ്റ് വരുന്നു, അല്ലെ കാറ് വരുന്നു, ഇയാളിങ്ങനെ ട്രാവൽ ചെയ്യുന്നു, അതൊക്കെ കാണുമല്ലോ സോഷ്യൽ മീഡിയകളെ. അപ്പോൾ ആ ഒരു ഇമാജിൻ. പക്ഷെ അതിന് മുമ്പിൽ ഇങ്ങനെ പറയില്ല കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതിൽ സാർ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഈ ഇപ്പം പറഞ്ഞില്ലേ, നമ്മൾ BBC-യിൽ ആദ്യം കുക്കറി ഷോയിൽ പോവുകയാണ്. അത് നമ്മൾ മലയാളികൾക്കൊന്നും അത്രയും പരിചിതമല്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ ഷെഫ് പ്രോഗ്രാം നിൽക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെ എലൈറ്റ് പീപ്പിൾസിന്, അല്ലെങ്കിൽ ആ ഒരു BBC ഒക്കെ കാണുന്ന തരം ആൾക്കാരോട് ഇപ്പോഴും BBC എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ മേലാത്ത ആളുകളുണ്ട്. അത് അന്നത്തെ കാലത്ത് പോലും അത് BBC പോയത്, അവിടെ പോയിട്ട് മത്സരിച്ച് നമ്മളുടെ ഒരു ഇതാണ്, അയ്യോ നമ്മളത് നശിപ്പിച്ചാ ചെയ്തത്. പക്ഷെ ഇവിടെ കേരളം കൊണ്ടാടിയത് ആദ്യമായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് മീഡിയയ്ക്ക് നല്ലൊരു പങ്കുണ്ട് സാറിന് മുന്നിലേക്ക് ഉണ്ട്. കാരണം അവരാണ് ആദ്യം ആ ഒരു അമേരിക്കക്കാരനല്ല BBC പോയി ഞെട്ടിച്ച ഷെഫ് പിള്ള മലയാളി. എനിക്കൊന്നും അവരാണോ ആദ്യമേ ഷെഫ് പിള്ള എന്നിട്ടത്? അല്ലല്ല, ഷെഫ് പിള്ള എന്നെ പേര് ആദ്യം ഞാനത്, അതായത് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഞാനുണ്ട് ഫസ്റ്റ്. അന്നൊന്നും ഇൻസ്റ്റാഗ്രാം നാട്ടിൽ നിർത്തിയിട്ട് കൂടില്ല, ലണ്ടനിലായതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് ഞാൻ ഇടുമ്പോൾ തന്നെ സുരേഷ് എന്നുള്ള പേരില്ല, ടേക്കൺ ബൈ സംവൺ. അപ്പോൾ ഷെഫ് സുരേഷ് നോക്കി അതുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഷെഫ് പിള്ളേ നോക്കിയപ്പോൾ ഉണ്ട്. അങ്ങനെ അടിച്ചിട്ടാണ് ഞാൻ ഇതൊരു വലിയ $100 മില്യൺ ചോദ്യമായിട്ട് $100 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാ. എങ്ങനെയാണ് ഷെഫ് പിള്ളയിലേക്ക് അത്ര വലിയ? അല്ല, ഇന്നാളെ അത് ഭയങ്കര ഒരു, എനിക്കത് ഇതിനകത്ത് പറയണം. ഒരിടയ്ക്ക് വന്നപ്പം ആളുകൾ ഒരു വിവാദം ഉണ്ടായതാണ്. വിവാദമല്ല, ഇങ്ങനെ ആളുകൾക്ക് ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്. അപ്പം ഞാനിതെന്തോ പ്ലാൻ ചെയ്ത് ഷെഫ് പിള്ളേ എന്ന് പറഞ്ഞൊരു പിള്ളേ എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ടാക്കി. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ കഥ ഞാൻ ഒന്ന് ഇപ്പം എന്തായാലും നിങ്ങളുടെ അടുത്തായത് പറയാം. ഇടയ്ക്ക് ഒരു 2 വർഷം മുമ്പാണ് ഇങ്ങനെ ഇത് പിള്ളേ എന്നുള്ള പേര് വെച്ചിട്ട് ബ്രാൻഡ് ചെയ്ത് സംഭവിച്ചത്. പാസ്പോർട്ട് നേരത്തെ പറയില്ല, എൻ്റെ പേര് സുരേഷ് എന്നാണ്, എല്ലാവരും അറിയപ്പെടുന്നത് സുരേഷ് എന്നാണ്. അപ്പോൾ പാസ്പോർട്ടിനകത്ത് സർനെയിം വെക്കണം എന്ന് അവിടെ UK പോകുമ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ, അച്ഛൻ്റെ പേര് ശശിധരൻ പിള്ള എന്നായതുകൊണ്ട് സുരേഷ് ശശിധരൻ പിള്ള എന്ന് താഴെയുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വർക്ക് പെർമിറ്റ് ഈ ലണ്ടനിൽ പോയ ദിവസം ഞാൻ മാത്രമാണ് ഒരു മലയാളി ആ കമ്പനിയിൽ, ഒരൊറ്റ മലയാളിയേ ഉള്ളൂ. എന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു ജനറൽ മാനേജർ വന്ന് എന്നെ ഹീത്രോ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു, വിളിക്കുന്നു, ഹലോ മിസ്റ്റർ പിള്ളേ. ഞാൻ ഇതാരെയാണ് വിളിക്കുന്നത്? എൻ്റെ അമ്മ സത്യം പറയാണ്. എനിക്കിപ്പോഴത് ഓർമ്മയുണ്ട്. അയാളൊരു ബൊക്കയായിട്ട് എന്നെ ആദ്യമായിട്ട് പിള്ളേന്ന് വിളിക്കുന്നത് ഈ പറഞ്ഞ വികാസ് എന്ന് പറഞ്ഞൊരു മാനേജർ, അയാൾ മരിച്ചുപോയി അദ്ദേഹം. അപ്പോൾ ഇതേ എയർപോർട്ടിൽ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ലണ്ടൻ ഹീത്രോയിൽ ഇങ്ങനെ വന്നിറങ്ങി അവരിങ്ങനെ GM വരുന്നു, നമ്മളെ കൊണ്ടുപോയി ഒരു ഹോട്ടൽ റൂമിലൊക്കെ താമസിപ്പിച്ചിട്ടുണ്ട്. അയാൾ വന്ന് ഹലോ മിസ്റ്റർ പിള്ളേ എങ്ങനെ. അപ്പോൾ എന്നെ ആദ്യമായിട്ട് പെട്ടെന്ന് വിചാരിച്ച് വേറെ ആരും, നമ്മൾ സിനിമയിലൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കും വേറെ ആരെങ്കിലും ആണോ ഉദ്ദേശിച്ചത്. അപ്പോൾ പിള്ളേന്ന് വിളിച്ചോണ്ട് പോയി. കാരണം അവിടെ എല്ലാം സർനെയിമിലാണല്ലോ അറിയപ്പെടുന്നത്. ഞാൻ അവിടെ പോകുന്നു, എന്നെ കൊണ്ടുപോകുന്നു. റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ബാക്കി എല്ലാ ഹിന്ദിക്കാർ ഷെഫാണ്, മലയാളിയായിട്ട് ഞാൻ മാത്രം. ഹലോ പിള്ളേജി നമസ്തേ എന്നും പറഞ്ഞിട്ടാണ് തുടക്കം. അപ്പോൾ ഇവരെല്ലാവരും എന്നെ പിള്ളേജി എന്നും പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഓക്കെ, ബാക്കി മലയാളികൾ, ഇപ്പോൾ ബാക്കി ആരും എൻ്റെ പേര് വയ്ക്കുമ്പോൾ എൻ്റെ പേര് സുരേഷ് എന്നാണ് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ലണ്ടനിൽ നമ്മുടെ വർക്ക് പെർമിറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ആദ്യം 3 വർഷത്തെ വർക്ക് പെർമിറ്റാണ്, അത് കഴിഞ്ഞ് വീണ്ടും ചേഞ്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി 4ാമത്തെ വർഷം ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. പണ്ടത് പെർമനൻറ്റ് റെസിഡൻ്റ് ആയിരുന്നു, അതായത് അവിടെ PR കിട്ടാന്നൊക്കെ പറയുന്ന പോലെ ഇൻഡെഫിനിറ്റ് ലീവ്, അതിനൊക്കെ ഒരു പ്രോസസ് ഉണ്ട്. ഇതെല്ലാം ഇതിനകത്ത് മിസ്റ്റർ പിള്ളേ എന്നും പറഞ്ഞാണ് എല്ലാ ലെറ്ററും വരിക, സാലറി സ്ലിപ്പ്, കാര്യങ്ങൾ, ബാങ്ക്, എവറിത്തിങ് ചേഞ്ച് പിള്ളേ ആയി. അപ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നൊന്നും ആരും സോഷ്യൽ മീഡിയ പോലും ഇല്ല, ഫേസ്ബുക്കൊക്കെ തുടങ്ങിയത് സമയം ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെ ആയപ്പോൾ എല്ലാവരും, സകല ആൾക്കാരും എന്നെ ആ ഒരു ചുറ്റുപാട് അറിയുന്ന എല്ലാവരും എന്നെ പിള്ളേന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ചിലർ പറയും ഇത് ഷെഫ് പിള്ളയാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പുതിയ ഹിന്ദിക്കാർ അവരുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ വേറെ റെസ്റ്റോറൻറ്റിൽ ഒരു സ്റ്റാഫ് പാർട്ടിയോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇവർ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാധനം ഇൻസ്റ്റഗ്രാം വരുമ്പോൾ ഈ അക്കൗണ്ടിലോട്ട് വരുമ്പോൾ ഞാൻ അറിയാണ്ട് ഷെഫ് പിള്ളേന്ന് ഇട്ടു. അന്ന് എനിക്കൊരു 100 ഫോളോവേഴ്സ് പോലും ഇല്ല, ഒന്നും ചിന്തിച്ചിട്ടില്ല. ലണ്ടനിൽ അന്ന് എൻ്റെ മകൻ ഇങ്ങനെ ജനിച്ചു വരുന്ന സമയമാണ്. തിരിച്ച് എപ്പോഴെങ്കിലും ഇംഗ്ലണ്ടിൽ പോയ ഞാൻ നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ ഇംഗ്ലണ്ടിലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോയി അവിടെ ജീവിക്കുക, ഭാര്യ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ച് ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പോൾ പിന്നീട് ആളുകൾ പറഞ്ഞു, അല്ല ഇത് നിങ്ങളുടെ
പേര് വെച്ചിട്ട് നിങ്ങൾ മനഃപൂർവ്വം ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണെന്നൊക്കെ പറയുമ്പോൾ എന്റെ ചോദ്യം ഞാൻ ഇനി അങ്ങ് ചോദിച്ചേക്കാം, ഏതായാലും ആൻസർ കിട്ടി, എന്റെ ചോദ്യം അങ്ങ് ചോദിച്ചേക്കാം. ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത് ഇത് തന്നെയാണ്. പണ്ടത്തെ സിനിമകളിൽ കാണും, കൂടുതലും സിനിമകളിൽ നായർ കിടക്കാൻ, അതായത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇന്നും അവർ നായർ കിടക്കാരാണ്, അതായത് ടീ ഷോപ്പ് ആണെങ്കിൽ നായർ. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതായിരുന്നു, സർ അങ്ങനെ ഈ മലയാള സിനിമയിൽ നിന്നൊക്കെ പ്രേരണ കൊണ്ടിട്ടാണോ ഷെഫ് പിള്ള എന്നിട്ട് ചോദിക്കാനായിരുന്നു ചോദ്യം. പക്ഷെ ആൻസർ എനിക്ക് നേരത്തെ അത് തന്നെ. ഞാനിപ്പോൾ ഒത്തിരി പേരുടെ അടുത്ത് ഇപ്പോഴും ഒക്കെ ഇടയ്ക്ക് ആളുകൾ ഇങ്ങനെ പറയും, ഫേസ്ബുക്കിലൊക്കെ അവർ അത് കാണുമ്പോൾ എനിക്കിപ്പോൾ പണ്ടൊക്കെ നമുക്ക് അതിന് മറുപടിയൊക്കെ പറയും, ചേട്ടാ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയും. പക്ഷേ എൻ്റെ ആക്ച്വലി ഇതാ ഇപ്പം ഞാൻ അവരുടെ നാളെ പണ്ടൊരു അടുത്ത് പറഞ്ഞു, ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പിള്ളമാരുള്ളത്, ആയിരക്കണക്കിന് പിള്ളമാരുണ്ട്. ഇപ്പോൾ അയാളിപ്പോൾ നാളെ ഒരു ഏതെങ്കിലും ഒരു പിള്ളയോ അല്ലെങ്കിൽ ഒരു ചേട്ടനോ അല്ല ഏതോ ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ് ഇട്ട ബ്രാൻഡാണ്, നിങ്ങൾ അതിനകത്ത് വേറെ ഒരു പേര് കൊണ്ട് മാത്രം ഉണ്ടാവണമെന്നല്ലല്ലോ, നിങ്ങൾക്കൊരു അത് ആരായാലും ഉണ്ടാവും. അപ്പോൾ ആളുകൾ ഒരുപാട് സമയത്ത് തന്നെ ഇപ്പോഴും അവർ വിചാരിക്കുന്നത് ഞാൻ എന്തോ ഇതിന്റെ അഡ്വാൻറ്റേജിൽ കിട്ടി, ഇത് നമ്മുടെ ബാക്ക് സ്റ്റോറി അറിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതിൽ നമ്മൾ ആദ്യമേ സംസാരിച്ചതിനകത്തുണ്ടായിരുന്നു, നമ്മൾ ആദ്യമേ സംസാരിച്ചത് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇന്നിപ്പോ അതിനൊരു തരംതിരിവും കാര്യങ്ങളും ഒരു ഭിന്നതയൊക്കെ ഉണ്ട്. അതുകൊണ്ടായിട്ട് തന്നെയാണ് ഈ പേരുകളൊക്കെ അത് അതെ. പക്ഷെ ഇപ്പൊ എനിക്കത് അറിയാം അതിന്റെ വിഷം. നമ്മളിത് കുറേ വർഷങ്ങൾ, ഒരു 16 വർഷം യൂറോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചല്ല തിരിച്ച് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ആവുമെന്നോ അല്ല ഇങ്ങനെയൊക്കെ ആവുമെന്നോ. നമുക്ക് വിഷൻസ് പലതും ഉണ്ടാകും, പക്ഷേ ഇതൊന്നും അങ്ങനെ ഒരു പ്ലാൻഡായിട്ട് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും. അവിടെ നല്ല ജോലി, വലിയൊരു കുറേ വർഷം കഴിഞ്ഞ ഒരു ബ്രിട്ടീഷ് ഒരു കമ്പനിയുടെ റിക്രൂട്ട്മെൻറ്റ്, ഒരു പണിയും എടുക്കണം 5 ദിവസത്തെ ജോലി, യു ജസ്റ്റ് ചൂസ് റൈറ്റ് പീപ്പിൾ, പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കുക, മെനു ചേഞ്ച് ചെയ്യുക, നല്ലൊരു സാലറി, ലണ്ടൻ ലൈഫ്, ഭാര്യയ്ക്കൊപ്പം നല്ലൊരു ജോലി, കുട്ടികൾ 2 5ലും 6ലും പഠിക്കുന്നു, ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈമാണ്. ആ സമയത്ത് നമ്മൾ നാട്ടിലോട്ട് വരണമെന്നുള്ള ഇതൊന്നും ആരുടെ അവരുടെ ഒന്നും എക്സ്ക്യൂസ് അല്ല, ഞാൻ പറഞ്ഞാണ്. അപ്പം അങ്ങനെ വന്നൊരു സംഭവമാണ്. അതിനുശേഷം ഇത് ജോലി ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞ് തിരിച്ച് റാവിസിലെ ജോലി കഴിഞ്ഞ് തിരിച്ച് UK പോവാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഈ കോവിഡ് വന്നത്. അവിടെ വന്ന് സ്ട്രക്കായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഒരു സുഹൃത്തിൻ്റെ പൂട്ടി കിടക്കുന്നെങ്കിൽ അത് തുറക്കാം എന്നും പറഞ്ഞ് തുടങ്ങിയാണ് ഇങ്ങനെയൊക്കെ എത്തിയത്. അല്ലാതെ ഇത് പ്ലാൻഡ് ആണെന്ന് വെച്ചാൽ പ്ലാനാണ്, പ്ലാൻഡ് അല്ലെന്ന് വെച്ചാൽ ഒരു പ്ലാനും ഇല്ല.